ബിജു രമേശ് നാളെ വിജിലൻസിന് കൈമാറുന്ന ശബ്ദരേഖ പീപ്പിളിന് ലഭിച്ചു. മാണിക്ക് 5 കോടി രൂപ നൽകിയെന്ന് ബാറുടമ അനിമോൻ വെളിപ്പെടുത്തി. മാണിക്ക് 2 കോടി രൂപ നൽകിയത് നെടുമ്പാശ്ശേരിയിൽ വെച്ചാണെന്നും മാണിയുടെ വീട്ടിൽ നോട്ടെണ്ണുന്ന യന്ത്രമുണ്ടെന്നും അനിമോൻ വ്യക്തമാക്കുന്നു. ബാർ കോഴ കേസിൽ നിർണായക തെളിവായി മാറുന്ന 22 മിനിറ്റ് ശബ്ദരേഖയാണ് പീപ്പിൾ TV പുറത്തുവിടുന്നത്. പാലാരിവട്ടത്തെ ഹോട്ടലിൽ ഡിസംബർ 31 നടന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ മാണിക്ക് പണം നൽകിയതിൻ്റെ കണക്കുകൾ ബാറുടമകൾ വിശദീകരിക്കുന്നതാണ് ഉള്ളടക്കം. അടച്ചുപൂട്ടിയ 418 ബാറുകൾ തുറക്കാതിരിക്കാൻ തുറന്ന ബാറുകളുടെ ഉടമകൾ 2 കോടി മാണിക്ക് നൽകിയതായി ബാറുടമ അനിമോൻ വെളിപ്പെടുത്തുന്നു. എലഗന്റ് ബിനോയ്, ജോമോൻ, അനിമോൻ എന്നിവർ ചേർന്ന് നെടുമ്പാശ്ശേരിയിലാണ് 2 കോടി കൈമാറിയത്. അല്ല, ഈ 312 അടയ്ക്കാൻ ഓർഡർ അല്ല, ഈ 5 കോടി കൊടുത്ത 312 അടയ്ക്കാൻ ഓർഡർ ഇട്ടപ്പോൾ അതിന് മുന്നേ 2 കൊടുത്തെന്ന് പറയുന്നത് 312 അടയ്ക്കാൻ ഓർഡർ ഉള്ളപ്പോഴാണോ അല്ലാതെ അതിന് മുമ്പാണ്? അത് ഓർഡർ ഉള്ളപ്പോഴാണ് അതിന് മുന്നാണ് 412 അനിമോൻ 5 കോടി രൂപയുമായി മാണിയെ പാലായിലെ വീട്ടിലെത്തി കണ്ടതായും വെളിപ്പെടുത്തുന്നു. രാത്രി 1 മണിക്കാണ് മാണിയുടെ വീട്ടിലെത്തിയത്. കൊല്ലത്തെ വ്യവസായി സുനിൽ സ്വാമിയോട് പലിശയ്ക്ക് പണം വാങ്ങിയാണ് മാണിയുടെ വീട്ടിലെത്തിയത്. 5 കോടി രൂപ ഞാൻ കൊല്ലത്ത് വന്ന് സുനിൽ സ്വാമിയുടെ മേടിച്ചോണ്ട് വന്നിട്ട് രാത്രി 1 മണിക്ക് മാനസാറിന്റെ വീട്ടിൽ കൊണ്ടുപോയി. ഇത് കൊണ്ടുപോയി ചെയ്യുമ്പോ പൈസ ഒക്കെ നോക്കിട്ട് പറഞ്ഞു. പറഞ്ഞു സാറേ ഇത് ഇങ്ങനെ ഈ 312 ഇങ്ങനെ ഇത് നിർത്തണം എന്നാൽ ആദ്യം പുള്ളി പറഞ്ഞു ചെയ്യാൻ പൈസ എടുത്തില്ല. അവിടെ ഞാൻ സാറേ ഇത് ഉറപ്പ് കിട്ടുന്നത് ഞാൻ പലിശക്ക് പഠിച്ച പൈസയാ. കാരണം ആരുടെ അടുത്ത് പൈസ വെച്ചേട്ടാല്ല. ഇല്ല, പൈസ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു അത് ഞാനൊന്ന് ബുദ്ധിമുട്ടാണുള്ള ആള്. അപ്പൊ ശരി. മാണിയുടെ വസതിയിൽ നോട്ടെണ്ണൽ യന്ത്രമുണ്ടെന്നും വസതിയിലെത്തിയ ബാറുടമകൾ പരസ്പരം പറയുന്നു. ജോസ് കെ മാണി സമ്മർദ്ദം ചെലുത്തിയെന്നും അനിമോൻ വെളിപ്പെടുത്തുന്നു. 2 തവണ വിജിലൻസ് ചോദിച്ചാൽ സത്യം പറഞ്ഞു പോകുമെന്ന് അനിമോൻ പറയുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഉള്ള സത്യം പറയാം. എന്നെ വിളിച്ചു ചോദിച്ചു ഞാൻ ഉള്ള സത്യം പറയും. അതുകൊണ്ട് തന്നെ ഞാൻ 2 തവണ ജോസ് കെ മാണിയോട് പറഞ്ഞു എന്നെ വിളിപ്പിച്ച് ഞാൻ സത്യം പറയാം. അതുകൊണ്ട് എങ്ങനെയും മാറ്റിവെപ്പിക്കാൻ പറഞ്ഞു. ഇത്ര മാറ്റിവെച്ചു. പണം നൽകിയിട്ടില്ലെന്ന് അനിമോൻ വിജിലൻസിന് നേരത്തെ മൊഴി നൽകിയിരുന്നു. ഈ മൊഴി സമ്മർദ്ദത്തെ തുടർന്നാണെന്ന് സംഭാഷണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു. 22 മിനിറ്റ് CD ബിജു രമേശ് വിജിലൻസിന് കൈമാറും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബ്ലൂ ബ്ലാക്ക്മെയിലിംഗ് കേസിലെ പ്രതി ബിന്ദിയാസ് ബിജു രമേശിനെ വീട്ടിലെത്തി കാണാൻ ശ്രമിച്ചു. ഇന്ന് വൈകിട്ടോടെയായിരുന്നു സംഭവം. തന്നെ കാണാനെത്തിയ ബിന്ദിയാസിനെ ഇറക്കിവിട്ടെന്നും ബിന്ദിയാസിന് പിന്നിൽ PC ജോർജ് ആണെന്നും ബിജു രമേശ് പറഞ്ഞു. ബിജു ആവശ്യപ്പെട്ടിട്ടാണ് വീട്ടിൽ പോയതെന്നും മാണിക്കെതിരെ തെളിവ് നൽകാനല്ല പോയതെന്നും ബിന്ദിയാസും വ്യക്തമാക്കി. വൈകുന്നേരം 5 മണിയോടെയാണ് ബ്ലൂ ബ്ലാക്ക്മെയിൽ കേസിലെ പ്രതി ബിന്ദിയാസ് ബിജു രമേശിന്റെ വീട്ടിലെത്തിയത്. മാധ്യമപ്രവർത്തകർ നോക്കി നിൽക്കെ ബിന്ദിയാസ് ബിജു രമേശിന്റെ വീട്ടിലേക്ക് കയറി. അല്പസമയത്തിന് ശേഷം മാത്രമാണ് കയറിപ്പോയത് ബിന്ദിയാസ് ആണെന്ന് മാധ്യമപ്രവർത്തകർ തിരിച്ചറിഞ്ഞത്. സന്ദർശിക്കാനെത്തിയത് ബിന്ദിയാസ് ആണെന്ന് മനസ്സിലാക്കിയ ബിജു രമേശ് സന്ദർശനാനുമതി നൽകിയില്ല. ബിജു രമേശിനെ കാണാനെത്തിയത് എന്തിനാണെന്ന് ബിജു രമേശ് പറയുമെന്ന് പുറത്തിറങ്ങിയതിനു ശേഷം ബിന്ദിയാസ് പറഞ്ഞു. ബിജു രമേശിനെ കാണാൻ കഴിഞ്ഞില്ലെന്നും അദ്ദേഹത്തിന്റെ ബന്ധുവിനോടാണ് സംസാരിച്ചതെന്നും ബിന്ദിയാസ് പീപ്പിൾ TVയോട് പറഞ്ഞു. അത് ഞാൻ അവിടെ എത്തിയെങ്കിൽ അതെനിക്ക് അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അത് എനിക്ക് പറയാൻ സാധിച്ചില്ല. അത് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞോളാം. അത് എനിക്ക് തൽക്കാലം നിങ്ങളോട് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. ബിന്ദിയാസ് തോമസിന്റെ സന്ദർശനം തന്നെ കുടുക്കുവാനാണെന്നും ഇതിന് പിന്നിൽ PC ജോർജ് ആണെന്നും ബിജു രമേശ് ആരോപിച്ചു. അത് കഴിഞ്ഞപ്പോഴും ഞാൻ ഇവർ വന്നു എന്നിറങ്ങിയപ്പോഴാണ് ഇറങ്ങിയത്. PC ജോർജ് അവരുമായിട്ട് വളരെ അടുപ്പമുള്ള വ്യക്തിയാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതൊക്കെ പ്ലാൻഡായിട്ട് ഒരാളെ ഹരാസ് ചെയ്യാൻ എന്നെപ്പറ്റി വേറെ ഒന്നും പറയാൻ കിട്ടാത്തതുകൊണ്ട് ഇതുപോലുള്ള ആൾക്കാരെ അയച്ചിരിക്കുന്ന സോളിഡ് എവിഡൻസ് ആണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഇത് പരിശോധിക്കാം. ഇപ്പോൾ വന്നിരിക്കുന്ന സമയം വെച്ചുണ്ട്. ഞാൻ ഇന്നലെ തൊട്ടേ പറയുന്നുണ്ടല്ലോ, ഞാൻ ഭയപ്പെടുന്നു. എന്നെ പല രീതിയിൽ ട്രാപ്പ് ചെയ്യാനോ അല്ലെ എന്നെ ഏതെങ്കിലും ഈ രീതിയിലേക്ക് എന്തെങ്കിലും കേസുകൾ പ്രതിയാക്കാനോ ഉള്ള ഓരോ ഭാഗങ്ങളുടെ കൂടിയാലോചന അപകീർത്തിപ്പെടുത്താനോ മറ്റേതെങ്കിലും രീതിയിൽ ചെയ്യുന്നതിൻ്റെ ഭാഗങ്ങളുടെ തുടക്കമായിട്ടാണ് ഞാനിത് കാണുന്നത്. ബിജു രമേശിന്റെ ആരോപണം PC ജോർജ് നിഷേധിച്ചു. തനിക്ക് ബിന്ദിയാസിനെ അറിയില്ലെന്ന് PC ജോർജ് പറഞ്ഞു. ഞാൻ ആ സ്ത്രീ ആരാണെന്ന് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിയില്ല. അവർ വൃത്തികാരിയാണെന്ന് പോലും എനിക്കറിയില്ല. ഈ ബിജു രമേശ് പറഞ്ഞ ഭൂലോക ഫ്രോഡല്ലേ, വൃത്തികെട്ടവൻ. അവരെന്തെങ്കിലും വൃത്തികരമായ സത്യത്തിന് പുലബന്ധമുണ്ടോ അവന്? മന്ത്രി KM മാണിക്കെതിരെ ബിജു രമേശ് നടത്തിയ വെളിപ്പെടുത്തലും കഴിഞ്ഞ ദിവസം R ബാലകൃഷ്ണപിള്ളയുടെ ടെലിഫോൺ സംഭാഷണം പുറത്തുവിട്ടതും വൻ കോളിളക്കമാണ് കേരള രാഷ്ട്രീയത്തിൽ ഇളക്കിവിട്ടത്. ഇതിനിടെ കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നു. അഴിമതി ആരോപണം ഉന്നയിച്ച ബിജു രമേശിനെ ഏതെങ്കിലും വിധത്തിൽ കൊടുക്കാൻ ശ്രമിക്കുന്നു. വരും ദിവസങ്ങളിലും ഈ സംഭവങ്ങൾ വൻ വിവാദങ്ങൾക്കിടയാക്കുമെന്ന് ഉറപ്പാണ്. NV ബാലകൃഷ്ണൻ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. KM മാണിക്കെതിരായ കോഴ വിവാദത്തിൽ UDFൽ പൊട്ടിത്തെറി. R ബാലകൃഷ്ണപിള്ളയെ പുറത്താക്കണമെന്ന് KM മാണി. പിള്ള മുന്നണി മര്യാദ ലംഘിച്ചുവെന്ന് ലീഗ്.
UDF യോഗം ഈ മാസം 28-ന് ചേരും. അഴിമതി വെളിപ്പെടുത്തിയതിന് തന്നെ പുറത്താക്കിയാൽ സന്തോഷമെന്ന് ആർ ബാലകൃഷ്ണപിള്ള. വാളകം കേസ് CBIക്ക് വിടാമെങ്കിൽ ബാർ കേസും CBIക്ക് വിടാമെന്നും പിള്ള. വേണ്ടി വന്നാൽ ഒറ്റയ്ക്ക് നിൽക്കുമെന്ന് പിള്ള പീപ്പിളിന്റെ അന്യോന്യം പരിപാടിയിൽ പറഞ്ഞു. UDFനെയും ഉമ്മൻചാണ്ടിയെയും കടന്നാക്രമിച്ചാണ് പിള്ള മാധ്യമങ്ങളോട് സംസാരിച്ചത്. മാണിക്കെതിരായ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. UDFൽ നിന്ന് പുറത്താക്കിയാൽ കൂടുതൽ ശക്തനാകുമെന്നും പിള്ള പറഞ്ഞു. വികാരപരമായ സമീപനം പറ്റാത്തതുകൊണ്ട് എന്നെ പുറത്താക്കിയാൽ ഞാനത് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്ന ആളാണ്. അത്രയേ ഉള്ളൂ. പുറത്താക്കാനേ പോകുന്നു. അഴിമതിക്കെതിരായി പറഞ്ഞ കാരണം കൊണ്ട് എന്നെ UDFൽ നിന്ന് എൻ്റെ നേതാക്കന്മാരും യജമാനന്മാരുമായ ആളുകൾ, എല്ലാം നമ്മുടെ യജമാനന്മാരാണ്. എണ്ണം നോക്കിയാണല്ലോ ഇവിടെ യജമാനും സാധാരണക്കാരനും ഉണ്ടാകുന്നത്. എണ്ണം നോക്കിയാണ് യജമാനന്മാരായ ആളുകൾ UDFലെ കേരള കോൺഗ്രസിനെ പുറത്താക്കുന്നതിൽ ഒരു ദുഃഖവുമില്ല, സന്തോഷമേ ഉള്ളൂ. പിള്ളയ്ക്കെതിരെ കടുത്ത നടപടി വേണമെന്ന് KM മാണി നേരിട്ട് UDF നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതായാണ് സൂചന. മുഖ്യമന്ത്രിയും PK കുഞ്ഞാലിക്കുട്ടിയും UDF കൺവീനർ PP തങ്കച്ചനും കക്ഷി നേതാക്കളുമായി പ്രാഥമിക ചർച്ച നടത്തി. പിള്ളയുടേത് മുന്നണി മര്യാദയല്ലെന്ന് ലീഗ് ഉൾപ്പെടെ പ്രധാന ഘടകകക്ഷികൾ അഭിപ്രായപ്പെട്ടു. പിള്ളയ്ക്കെതിരായ നടപടികൾ ചർച്ച ചെയ്യാൻ UDF യോഗം ഈ മാസം 28-ന് ചേരും. അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി UDFൻ്റെ ഒരു യോഗം എത്രയും പെട്ടെന്ന് വിളിച്ചുകൂട്ടും. യോഗം ചേരണമെന്നുള്ള കാര്യത്തെക്കുറിച്ച്. മറ്റുള്ള കാര്യങ്ങൾ യോഗത്തിലാണ് അതിൻ്റെ ചർച്ച വരുന്നത്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കൺവീനർ എന്നുള്ള നിലയിൽ UDFൻ്റെ തീരുമാനം കഴിയുമ്പോൾ ആ തീരുമാനം അറിയിക്കും. അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട പിള്ള നല്ല പിള്ള ചമയേണ്ടെന്ന് വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. അദ്ദേഹം വീട്ടിലിരിക്കുന്ന എന്നെ പറ്റി കണമണ പറഞ്ഞെന്നൊക്കെ പറയണത് അത് അദ്ദേഹം പറയേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നോ? അദ്ദേഹത്തിന്റെ മനസ്സിലെ ആഗ്രഹം അനുസരിച്ച് പറയേണ്ട ജോലിയല്ലല്ലോ എനിക്കുള്ളത്. ഞാൻ എങ്ങനെ പറയണം, എന്ത് പറയണം എന്നുള്ളതിനുള്ള അവകാശവും സ്വാതന്ത്ര്യം എനിക്കില്ലേ? ലീഗും കേരള കോൺഗ്രസ് മാണി വിഭാഗവും ഉൾപ്പെടെയുള്ള പ്രമുഖ കക്ഷികൾ പിള്ളയ്ക്കെതിരെ കടുത്ത നടപടി ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട് നിർണായകമാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അഴിമതിയിൽ മുങ്ങിയ UDF സർക്കാരിനെതിരെ സോഷ്യൽ മീഡിയകളിൽ യുവാക്കളുടെ പ്രതിഷേധം. ഉമ്മൻചാണ്ടിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ രൂക്ഷ വിമർശനം. ബാർ കോഴയും വിവാദങ്ങളുമാണ് മുഖ്യന് വിനയായിരിക്കുന്നത്. നിരവധി പേരാണ് മുഖ്യനെതിരെ പോസ്റ്റും കമന്റും ഇട്ടിരിക്കുന്നത്. ആർ ബാലകൃഷ്ണപിള്ള, ബിജു രമേശ്, PC ജോർജ് ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് ശേഷം മാണി കോഴ വാങ്ങിയ കാര്യം താൻ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞിരുന്നു എന്ന വാർത്ത ആർ ബാലകൃഷ്ണപിള്ള പറഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ഫേസ്ബുക്കിൽ തിങ്കളാഴ്ച 3:48-ന് മുഖ്യമന്ത്രി ഒരു വിശദീകരണം പോസ്റ്റ് ചെയ്തിരുന്നു. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള ധനകാര്യമന്ത്രിക്കെതിരെ എന്തൊക്കെയോ പറഞ്ഞു. എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞിരുന്നില്ല. വിവാദത്തിന് ശേഷം ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. അങ്ങനെ തുടങ്ങി ആരു വിചാരിച്ചാലും സർക്കാരിനെ ഒന്നും ചെയ്യാനാകില്ല എന്നിടത്ത് അവസാനിക്കുന്നു പോസ്റ്റ്. 500-ൽ പരം കമന്റുകളാണ് ഈ പോസ്റ്റിന് മാത്രമുണ്ടായത്. അതിലൊരാൾ പോലും മുഖ്യമന്ത്രിയെ അനുകൂലിക്കുന്നില്ല. മാത്രമല്ല, സഹികെട്ട ഒരു ജനതയ്ക്ക് എങ്ങനെ പ്രതികരിക്കാനാകും സോഷ്യൽ മീഡിയയിലൂടെ എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമായി ഈ കമന്റുകളെ ചൂണ്ടിക്കാട്ടാം. ഈ പോസ്റ്റിൽ ഒരിടത്ത് പോലും അഴിമതി നടന്നിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നില്ല. മറിച്ച് രാജിവെക്കില്ല എന്ന് മാത്രമാണ് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നത്. പലരും രൂക്ഷമായ ഭാഷയിൽ അതിനെ വിമർശിക്കുന്നുണ്ട്. ജനപിന്തുണയുണ്ട് എന്ന മുഖ്യമന്ത്രിയുടെ അവകാശവാദത്തെ ജനങ്ങൾ തിരുത്തുന്നത് ഇങ്ങനെ: ജനപിന്തുണ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇവിടെ കമന്റുകൾ ചെയ്ത ഞങ്ങളെ കൂടിയല്ലേ സർ? ഈ കമന്റുകൾ മാത്രം വായിച്ചു നോക്കിയാൽ മനസ്സിലാകും ജനപിന്തുണ എത്രത്തോളമാണെന്ന്. ഉളുപ്പെന്നൊരു സാധനം വേണം സർ. നിയമം നിയമത്തിന്റെ വഴിക്കല്ല, പാലാ വഴിക്കാണെങ്കിൽ ആ പൂഞ്ഞാറ്റിൽ കൂടിയൊന്ന് ചവിട്ടിയേച്ചു പോണേ എന്ന് ഉപദേശിക്കുന്നുണ്ട്. നാണം, മാനം തുടങ്ങിയവയുടെ ഉപദ്രവം ഏൽക്കാതിരിക്കാൻ കഴിക്കുന്ന മരുന്നേതാണ്? മരിച്ചാൽ മൃതദേഹം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് കൊടുക്കരുത്. കീറി മുറിക്കാൻ ആ കുട്ടികൾ പാടുപെടും. ഇതൊക്കെ നിരവധി അനവധി കമന്റുകളിൽ ചിലത് മാത്രം. ആര് വിചാരിച്ചാലും രാജിവെക്കില്ല എന്ന അദ്ദേഹത്തിന്റെ ധാർഷ്ട്യത്തെ പലകുറി ചോദ്യം ചെയ്യുന്നുണ്ട് ആൾക്കാർ. ആൾക്കൂട്ടത്തിൽ വിവസ്ത്രനായി നിൽക്കുന്നത് പോലുള്ള അവസ്ഥ തോന്നുന്നില്ലേ? അങ്ങനെ നിരവധി. ഒന്ന് പൊട്ടിക്കരഞ്ഞൂടെ സാർ നിങ്ങൾക്ക് എന്ന് ഉപദേശിക്കാനും മറക്കുന്നില്ല ചിലർ. ഇതിനുശേഷം റൺ കേരള റണ്ണുമായി ബന്ധപ്പെട്ടും അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. തുടക്കത്തിൽ തന്നെ അതിന്റെ കമന്റ് ഇങ്ങനെയായിരുന്നു: ഓടിക്കോ, ആ മാണിയെയും വിളിച്ചോളൂ, എന്നിട്ട് തിരിച്ചു വരാതിരുന്നാൽ മാത്രം മതി. തുടർന്ന് മുഖ്യമന്ത്രി ചെയ്ത 4ഓളം പോസ്റ്റുകളിലും ഈ വിഷയം തന്നെയാണ് കമന്റിന് ആധാരം. ഇനി ഇങ്ങനെ ക്രിയാത്മകമായി പ്രതികരിച്ചവർക്കെതിരെ സൈബർ കുറ്റകൃത്യ നിയമപ്രകാരം കേസെടുക്കാനുള്ള സാധ്യതയും വിദൂരമല്ല. മാണി സാറിന് എൻ്റെ വക 500 എന്ന പേരിൽ സംവിധായകൻ ആഷിഖ് അബു ഫേസ്ബുക്കിൽ കഴിഞ്ഞ ദിവസം ക്യാമ്പയിൻ നടത്തിയത് വൈറലായിരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രിക്കെതിരെയുള്ള ജനങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രതികരണമായി ഈ കമന്റുകളെ കാണാം. ന്യൂസ് ഡെസ്ക്.
ടൈറ്റാനിയം കേസിൽ വിജിലൻസ് എഫ്ഐആർ സമർപ്പിച്ചു. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പ്രതിപട്ടികയിലില്ല. മുൻ MP ഈപ്പൻ ജോസഫ് അടക്കം 5 പേരെ പ്രതി ചേർത്താണ് വിജിലൻസ് എഫ്ഐആർ സമർപ്പിച്ചത്. കൊച്ചി മെട്രോയ്ക്ക് വായ്പാ അനുമതി. എറണാകുളം ജില്ലാ സഹകരണ ബാങ്കിൽ നിന്നും 470 കോടി രൂപ കടമെടുക്കാനാണ് ദില്ലിയിൽ ചേർന്ന KMRL ഡയറക്ടർ ബോർഡ് യോഗം അംഗീകാരം നൽകിയത്. സുനന്ദ പുഷ്കർ കൊലപാതക കേസിൽ ശശി തരൂരിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് ദില്ലി പോലീസ് കമ്മീഷണർ അറിയിച്ചു. IPL വിവാദം അടക്കമുള്ള വിഷയങ്ങളിൽ ശശി തരൂരിൽ നിന്നും വിശദീകരണം തേടുമെന്നും ദില്ലി പോലീസ് കമ്മീഷണർ അറിയിച്ചു. ഇന്നലെ അർദ്ധരാത്രി വരെ നീണ്ട ചോദ്യം ചെയ്യലിൽ തരൂർ സഹകരിച്ചെന്നും ദില്ലി പോലീസ്. അതേസമയം മെഹർ തരാറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് തരൂർ മറുപടി പറയാതെ മൗനം പാലിച്ചതായി അന്വേഷണ സംഘത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. 35ാമത് ദേശീയ ഗെയിംസിന്റെ വിളംബരമായ റൺ കേരള റൺ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഗവർണർ ഫ്ളാഗ് ഓഫ് ചെയ്ത കൂട്ടയോട്ടം ഗെയിംസ് ഗുഡ്വിൽ അംബാസിഡർ സച്ചിൻ തെണ്ടുൽക്കറാണ് നയിച്ചത്. മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും പുറമെ മോഹൻലാൽ, ദിലീപ് തുടങ്ങിയവരും റൺ കേരള റണ്ണിൽ വിവിധ ജില്ലകളിലായി പങ്കെടുത്തു. 21ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള CPIM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന് നാളെ കൊടിയുയരും. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ജാഥകൾ സമ്മേളന നഗരിയിൽ ഒത്തുചേർന്ന് പതാക ഉയർത്തുന്നതോടെയാണ് സമ്മേളനത്തിന് തുടക്കമാകുന്നത്. 22-ന് ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനം പൊളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ ജില്ലാ സമ്മേളനത്തിനും നാളെ ഇരിങ്ങാലക്കുടയിൽ കൊടിയുയരും. മറ്റന്നാൾ CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പുതിയ റേഷൻ കാർഡ് അനുവദിക്കുന്നതിനുള്ള സങ്കീർണതകൾ ഇല്ലാതാക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 27-ന് വില്ലേജ് ഓഫീസുകൾക്ക് മുമ്പിൽ CPIM ധർണ സംഘടിപ്പിക്കും. പുതിയ റേഷൻ കാർഡിനുള്ള അപേക്ഷയിൽ സങ്കീർണതകൾ നിരവധിയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇത് സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ അർഹതയുള്ള വലിയ വിഭാഗത്തിന് റേഷൻ കാർഡ് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകും. പുതിയ നിബന്ധനകൾ BPL പരിധിയിൽ നിന്ന് അർഹതയുള്ളവരെ ഒഴിവാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും CPIM വ്യക്തമാക്കി. രാഷ്ട്രീയ നയ അവലോകന രേഖയുടെ കരട് CPIM കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ചു. പൊളിറ്റ് ബ്യൂറോ തയ്യാറാക്കിയ രേഖയാണ് ഹൈദരാബാദിൽ ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം ചർച്ചകൾക്ക് ശേഷം അംഗീകരിച്ചത്. പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട കരട് രാഷ്ട്രീയ പ്രമേയം പാർട്ടി ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിച്ചു. കരട് രാഷ്ട്രീയ പ്രമേയത്തിന്മേലുള്ള ചർച്ച നാളെ നടക്കും.